കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദി ഫോളോയിങ്. താഴെ 2 ഡേറ്റകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന കുറേ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 30, 40, 60, 70, 100 അല്ലേ. വൈ കൊടുത്തിട്ടുണ്ട് 90, 110, 140, 150, 160. അപ്പോൾ എക്സും കൊടുത്തിട്ടുണ്ട്, വൈയും കൊടുത്തിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ വേണ്ടിയാണ് എക്സും കൊടുക്കും വൈയും കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ 2-3 ബോക്സ് വരയ്ക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ഈ എക്സുകളെല്ലാം കൂടി ആഡ് ചെയ്യും. എക്സെല്ലാം കൂടെ ആഡ് ചെയ്യും. 100, 170, 230, 270, 300. അപ്പോൾ അതാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 300. എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യും. അത് കഴിയുമ്പോഴോ വൈ എല്ലാം കൂടി ആഡ് ചെയ്യും. വൈ എല്ലാം ആഡ് ചെയ്യുമ്പോൾ 90, 110, 200 അല്ലേ. 200, 340, 440, 490, 590, 650. എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യും. അതാണ് സിഗ്മ എക്സ്. വൈ എല്ലാം കൂടെ കാണും. അതാണ് സിഗ്മ. അപ്പോൾ ഞാൻ എക്സ് ബാർ കാണുവാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കാണാൻ പോകണം. മീൻ കാണാൻ പോകണം. മീൻ എന്ന് പറഞ്ഞാൽ എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് 300 ആ 300-നെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 ഉണ്ട്. അപ്പോൾ എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്തു. അതിന് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 60 കിട്ടും. ഓക്കെ. അതുപോലെ നമ്മൾ വൈ ബാർ കാണും. വൈയുടെ മീൻ കാണും. വൈ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 650. അതും 5 എണ്ണമാണുള്ളത്. എണ്ണി നോക്കി 1, 2, 3, 4, 5 എണ്ണമാണുള്ളത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കൊണ്ട് 4, 5, 5 കിട്ടാം. 4, 5, 5 ഇഷ്ടം 1, 15, 3, 15, 130. 130 കിട്ടും. അപ്പോൾ എക്സ് ബാറും കിട്ടി, വൈ ബാറും. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് നമ്മൾ വലിയ എക്സ് ആയിട്ട് ക്യാപിറ്റൽ എക്സ് ആയിട്ട് ഇതിന് ക്യാപിറ്റൽ വൈ ആയിട്ട് കരുതുക. അപ്പോൾ എളുപ്പമുണ്ട്. ക്യാപിറ്റൽ എക്സ് ആയിട്ട് കരുതുക, ക്യാപിറ്റൽ വൈ ആയിട്ട് കരുതുക. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്മോൾ എക്സ് ആണ്. സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഓരോ എക്സിൽ നിന്നും സ്മോൾ എക്സ് ആണെന്നുള്ള ഫോർമുല എന്താണ്? സ്മോൾ എക്സ് ആണെങ്കിൽ ഓരോ എക്സിൽ നിന്നും എക്സ് ബാർ മൈനസ് ചെയ്യണം. അപ്പോൾ 30 എക്സ്. അതിനകത്ത് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? 60. 30-ൽ നിന്ന് 60 മൈനസ് ചെയ്താൽ കാൽക്കുലേറ്റ് ചെയ്താൽ -30. അപ്പോൾ -30 എന്ന് പറയുന്ന ഒരു വലിയ നമ്പറായിരുന്നു. -30-നെ 10 കൊണ്ട് ഡിവൈഡ്. അതുകൊണ്ട് നമ്മൾ ചെറുതാക്കാൻ 10 കൊണ്ട് ഡിവൈഡ് ആണ്. ചെറുതാക്കിയാലും കുഴപ്പമില്ല. ചെറുതാക്കിയാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഓരോ എക്സിൽ നിന്നും നമ്മൾ എക്സിൻ്റെ മീൻ മൈനസ് ചെയ്തിട്ട് അതിനെ ചെറുതാക്കണമെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ചെറുതാക്കാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? 60 എക്സ് ബാർ. അപ്പം 30-ൽ നിന്ന് 60 ആയാൽ -30. -30 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? -3. അപ്പം -3. ഈ 40-ൽ നിന്നും 60 കുറയ്ക്കണം അല്ലേ? 60 അല്ലേ എക്സ് ബാർ? ഇതല്ലേ എക്സ് ബാർ. 40-ൽ നിന്ന് 60 കുറച്ചാൽ -20. -20-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2. 60-ൽ നിന്ന് 60 കുറച്ചാൽ 0. 0-ത്തെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0. 70-ൽ നിന്ന് 60 കുറച്ചാൽ 10. 10-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 100-ൽ നിന്നും ഈ 60 മൈനസ് ചെയ്യണം. അപ്പോൾ 40. 40-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സ്മോൾ എക്സ് കണ്ടുപിടിച്ചു. ഓക്കെ. സ്മോൾ എക്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സ്മോൾ വൈ കണ്ടുപിടിക്കുകയാണ്. സ്മോൾ വൈ കണ്ടുപിടിക്കാൻ അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ വൈയിൽ നിന്നും ഓരോ വൈ ഉണ്ടല്ലോ, ഓരോ വൈയിൽ നിന്നും വൈ ബാർ മൈനസ് ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെറുതാക്കാനാണ് ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വൈ എന്ന് പറയുന്നത് ഇവിടെ 90. 90-ൽ നിന്ന് 130 മൈനസ് ചെയ്താൽ -40. -40-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -4 കിട്ടും. അതുപോലെ 110-ൽ നിന്ന് 130 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? -20 അല്ലേ. -20-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2 കിട്ടും. അതുപോലെ തന്നെ 140. ഇതാണ് 140. 140-ൽ നിന്ന് 130 മൈനസ് ചെയ്താൽ 10. 10-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1. 1. അതുപോലെ ഇത് 2, ഇത് 3 കിട്ടും. 160-ൽ നിന്ന് 130 കുറയ്ക്കുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 150-ൽ നിന്ന് 150-ൽ നിന്നും നമ്മൾ 130 കുറയ്ക്കുക 20, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
അപ്പോൾ നമ്മൾ എക്സും വൈയും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട എക്സിൻ്റെ സ്ക്വയർ കാണുക, വൈയുടെ സ്ക്വയർ കാണുക എന്നാണ്. എക്സിൻ്റെ സ്ക്വയർ കാണുക, വൈയുടെ സ്ക്വയർ കാണുക. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്, ഇത് -3, അതിൻ്റെ സ്ക്വയർ എന്താണ്? എക്സിൻ്റെ സ്ക്വയറാണ് 9 അല്ലേ? വേറെ നിറത്തിലാക്കാൻ എളുപ്പമാണ്. എക്സിൻ്റെ സ്ക്വയറാണ് 9. ഇവിടെ -2ൻ്റെ സ്ക്വയർ 4, 0ൻ്റെ സ്ക്വയർ 0, 1ൻ്റെ സ്ക്വയർ 1, 4ൻ്റെ സ്ക്വയർ 16. അതുപോലെ വൈ സ്ക്വയർ ആണ്, വൈയുടെ സ്ക്വയർ ആണ്. -4ൻ്റെ സ്ക്വയർ 16, -2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ സ്ക്വയറാണ് അറിയില്ലെങ്കിൽ കേട്ടോ. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ നോക്കി എന്ത് കിട്ടി? എക്സ് സ്ക്വയറും കിട്ടി, വൈ സ്ക്വയറും കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. എക്സും വൈ, ഇതാണ് എക്സ്, ഇതാണ് വൈ അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യാം. -3ഉം -4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12, -2ഉം -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, 4 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12. അത്രയും ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് എല്ലാം കൂടെ കൂട്ടി അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ കിടന്നോട്ടെ. ഈ സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് നോക്കാം. സിഗ്മ എക്സ് എക്സ് സ്ക്വയർ, ഈ എക്സ് സ്ക്വയറെല്ലാം കൂടി ആഡ് ചെയ്യുക. സിഗ്മ എക്സ് ആണ്. സിഗ്മ എക്സ് ആണ്. എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് -3 -2 5, 1 4 5, -5 5 0. നമുക്ക് കാൽക്കുലേറ്റർ ആഡ് ചെയ്യാം, 0 ആണ്. അതുപോലെ തന്നെ നമുക്ക് സിഗ്മ വൈയും ആഡ് ചെയ്യാം. ഈ വൈ എല്ലാം കൂടെ ആഡ് ചെയ്യാം. വൈ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴും 0 ആണ് കിട്ടുന്നത്. 0 ആണ്. എക്സ് സ്ക്വയറെല്ലാം ആഡ് ചെയ്യാം. അതാണ് സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറെല്ലാം കൂടെ ആഡ് ചെയ്യാം. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 ആണ് കിട്ടുന്നത്. വൈ സ്ക്വയറെല്ലാം കൂടെ ആഡ് ചെയ്യാം. വൈ സ്ക്വയറെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 34 ആണ് കിട്ടുന്നത്. സിഗ്മ വൈ സ്ക്വയർ 34 ആണ് കിട്ടുന്നത്. എക്സ് വൈ എല്ലാം കൂടെ ആഡ് ചെയ്യാം. എക്സ് വൈ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 30 ആണ് കിട്ടുന്നത്. ഇത്രയും ഡേറ്റകൾ നമുക്ക് കിട്ടി. ഒന്നുകൂടെ പറയാം. ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ എന്ന് തന്നിരിക്കുന്ന ഡേറ്റകളെ കരുതുക. എന്നിട്ട് എക്സുകളുടെ മീൻ കാണുക. എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 300 കിട്ടി. അതിന് നമ്പർ കൊണ്ട് 1 2 3 4 5 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 60. എക്സ് ബാർ 60 കിട്ടി. അത് വൈ ബാർ 130. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്മോൾ എക്സ് ആണ്. സ്മോൾ എക്സ് ആണെങ്കിൽ ഓരോ എക്സിൽ നിന്നും എക്സ് ബാർ കുറച്ചിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ നമ്പർ കിട്ടുന്നേ ഉള്ളൂ. ഇനി ഓരോ വൈ കാണാനും ഓരോ വൈയിൽ നിന്നും വൈ ബാർ കുറച്ചിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എക്സിൻ്റെ സ്ക്വയർ കണ്ടു, വൈയുടെ സ്ക്വയർ കണ്ടു, എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, എല്ലാത്തിൻ്റെയും സം കണ്ടു. ഇനി നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, കോറിലേഷൻ 6 എന്ന് എഴുതാം. 6 ആണെങ്കിൽ ഒറ്റ ഫോർമുല മതി. ഇതാകുമ്പോൾ സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് വൈ എല്ലാം കൂടെ കൂട്ടിയത് 30 ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ എല്ലാം കൂടെ കൂട്ടി എത്രയാണ്? 30 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എല്ലാം കൂടെ കൂട്ടി എത്രയാണ്? 34. ദാറ്റ് ഈസ് 30 ബൈ റൂട്ട് ഓഫ് 34 30 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 34 30 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 34നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 4 12 1 3 10 1020. അടുത്ത സ്റ്റെപ്പിൽ 30 അവിടെ തന്നെ എഴുതുക. 1020 റൂട്ട് കാണുക. 3 4 12 1 3 10. ഓക്കെ, 1020 റൂട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 331.93 കാൽക്കുലേറ്റർ ചെയ്യാം, ഡിവൈഡ് ചെയ്യുക. അപ്പം എന്താണ്?
0.939. കണ്ടോ, 1 താഴെയുള്ള നമ്പറാണ്. ഇതാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇത് 1-2 പ്രാവശ്യം ഈ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ കൂടെ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ പറയുന്ന വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ചെയ്യുക, അപ്പോൾ മനസ്സിലാവും.